പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സൈറ്റാണ് കേരള PSCയുടെ. എന്നാൽ നമുക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. ഇതിന്റെ പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഇവരുടെ ചില നിർദ്ദേശങ്ങളുണ്ട്. നിങ്ങളുടെ ഫോട്ടോയുടെ ഡയമെൻഷൻ 150x200-ലായിരിക്കണം, 30 KB-യിലായിരിക്കണം, JPEG-ലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ 150x100-ലായിരിക്കണം, അതും 30 KB-ക്കുള്ളിലായിരിക്കണം. ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് കുറച്ചൊരു കഷ്ടപ്പാടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തൊന്നും പ്രോപ്പർ സൈസിലേക്ക് ഈ പറഞ്ഞ പോലെ വരണമെന്നില്ല. സോ ഞാൻ അതിനുവേണ്ടി ഒരു PY സ്ക്രിപ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ആ PY സ്ക്രിപ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നിർമ്മിച്ച ആ PY സ്ക്രിപ്റ്റ്. അപ്പോൾ കേരള PSCയുടെ ഇവിടെ നമുക്കൊരു കുറേ ഓപ്ഷൻസ് ഉണ്ട്. SSC, UPSC, കേരള PSC, ഗേറ്റ്. ഇവിടെയെല്ലാം ഫോട്ടോസ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. മീൻസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോട്ടോ നിർമ്മിക്കാൻ വേണ്ടി പറ്റുന്നതല്ല ഉദ്ദേശിച്ചത്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ രീതിയിൽ അവർ പറയുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമുക്ക് ഈ ചൈലക്കാരന്റെ ഫോട്ടോ വെച്ച് ഒരു പരീക്ഷണം നടത്താം. ലോഡ് ഇമേജസ് ഉപയോഗിച്ച് ആദ്യം ഞാൻ ആ ഫോട്ടോ ലോഡ് ചെയ്തു. അപ്പോൾ PSCയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പേരും ഡേറ്റും കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. സോ ഞാൻ ഇയാളുടെ പേര് ചൈന എന്ന് കൊടുത്തു. ഡേറ്റ് ഞാനിപ്പോൾ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുകയാണെന്ന് കരുതാം. അത് കൊടുത്തതിനു ശേഷം ഞാൻ സേവ് സെലക്റ്റഡ് എന്ന് കൊടുത്തു. പോപ്പപ്പ് വന്നു. ഞാൻ ചൈന എന്ന് കൊടുത്തു പേര്. സേവ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ PSCക്കാർ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നമുക്ക് ആ ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. 150x200-ലാണ് റെസല്യൂഷൻ. സൈസ് ഏതാണ്ട് 10 KB ഉള്ളൂ. നമുക്ക് 30 KB വരെ സൈസ് പറ്റുമെന്നാണ് നമ്മളോട് PSCക്കാർ പറഞ്ഞിരിക്കുന്നത്. സോ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് SSC, UPSC, കേരള PSC, ഗേറ്റ്. ഇതേപോലെ തന്നെ അതിന്റെ സിഗ്നേച്ചേഴ്സും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിന്റെ EXE ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. PY സ്ക്രിപ്റ്റും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ.